മാർച്ചും അതേ തുടർന്നുള്ള ഒരു കയ്യാങ്കളിയുമാണ്. കണമല ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് പോലീസ് തടയുന്നു. അവിടെ ഒരു കയ്യാങ്കളിയുടെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ആന്റണി അവിടെ ഉണ്ട്. അദ്ദേഹം പോലീസുമായി സംസാരിക്കുകയാണ്. ഏതായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാരുള്ളത്. കണമല ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നേരത്തെ ആന്റണി കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം കണമല ഫോറസ്റ്റ് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ നാട്ടുകാർ ശ്രമിക്കുന്നു. ഫോറസ്റ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായുള്ള തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരു സംഘർഷ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധി. ടോബി, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗോപി, അല്പസമയം മുമ്പാണ് ഈ ഒരു പ്രതിഷേധം കണമല ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആന്റണി രാവിലെ മുതൽ തന്നെ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലെത്തി കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രദേശത്തുള്ള കർഷകരും ജനകീയ സമരസമിതിയും എല്ലാം കൂടി ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി ഇപ്പോൾ മാർച്ചുമായി എത്തിയത്. മാർച്ച് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. നേരത്തെ തന്നെ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു. ഈ തടയുന്നതിനിടയിൽ ഇപ്പോൾ വാക്കുതർക്കം ഉണ്ടാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുമുണ്ട്. അവരുമായി MP അടക്കമുള്ളവർ, ആന്റണി അടക്കമുള്ളവർ, നാട്ടുകാരും അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ആളുകളും കർഷകരും എല്ലാം തന്നെ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. നേർക്കുനേർ കയ്യാങ്കളി, ഒരു ഉന്തും തള്ളുമെല്ലാം ഉണ്ടാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമായി തന്നെയാണ് ഇതിനെ ഈ പ്രദേശത്തുള്ളവർ കാണുന്നത്. കാരണം കഴിഞ്ഞ വർഷം സമാനമായ രീതിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്ന് ബിജു എന്ന് പറയുന്ന ഒരു കർഷകൻ കൂടി മരണപ്പെട്ടിരിക്കുകയാണ്. കാട്ടാനയുടെ ആക്രമണത്തിലാണ്. ഈ ഒരു പ്രശ്നം നേരത്തെ തന്നെ വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ പലപ്പോഴായി ഇവർ കാര്യമായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയിലേക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ നിരന്തരമായി ഇത്തരത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നും ഈ നാട്ടുകാർക്കെതിരെയുള്ള അല്ലെങ്കിൽ ഈ വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ആൾക്കാർക്കെതിരെ എടുക്കുന്ന കേസുകൾ, അങ്ങനെ വലിയൊരു പ്രതിഷേധമുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു കാഴ്ചയാണ്. ആന്റണി MPയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. വലിയൊരു പ്രതിഷേധം. നേരത്തെ അദ്ദേഹം പറഞ്ഞത് DFO അടക്കമുള്ളവർ ഇവിടെ എത്തി ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം. വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ആളുകളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്ന രീതിയിലേക്ക് അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് ധനസഹായം അടക്കം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. രാവിലെ തന്നെ അതിനുവേണ്ടി ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇവിടെ എത്തി നടപടികൾ സ്വീകരിച്ചു. അതിനുശേഷം ജില്ലാ കളക്ടർ അടക്കം ഇവിടുന്ന് പോയി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവിടെ കൊണ്ടൊന്നും പ്രതിഷേധം തീരുന്നില്ല. ഈ ഒരു പ്രശ്നം അവിടെ കൊണ്ട് തീരുന്നില്ല എന്നുള്ള ഒരു നിലപാടിലാണ് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ, അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ജനകീയ സമരസമിതിയും എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധ പരിപാടിയിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് ആന്റണി രാവിലെ തന്നെ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തിയത്. അപ്പോൾ ആ സമയത്ത് ഏകദേശം ഒരു 5-6 ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ ഒരു പ്രതിഷേധ മാർച്ച് ഇവിടേക്ക് എത്തുമ്പോൾ ഈ കണമല ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ കൂടുതൽ ആളുകൾ എത്തുന്നു, കൂടുതൽ പ്രതിഷേധക്കാർ എത്തുന്നു. വലിയ ഒരു പ്രതിഷേധമായി ഇത് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം മുൻപും ഇത്തരത്തിലുള്ള കാട്ടാനയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ മുന്നിൽ നിന്ന് ഈ കാട്ടാനയെ തുരത്താൻ വേണ്ടി ഒരു വ്യക്തിയാണ് ഇന്നലെ മരണപ്പെട്ടത്. അതിന്റെ ഒരു വികാരം കൂടി ഇവർക്ക് ഉണ്ട്. അതാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തുമെന്നുള്ള ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ആ സംഘർഷം നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ് പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും. അവരെ സമാധാനപ്പെടുത്തി അയക്കാൻ വേണ്ടിയുള്ള വാക്കുകൾ പറയുന്നുണ്ടെങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം, ഈ പ്രശ്നം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവിടെ നിൽക്കുന്നു. ഇന്നലത്തെ ഒരു പ്രശ്നം ഇന്ന് രാവിലെ ഉണ്ടായ ഒരു പ്രശ്നം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാരണമായിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. എന്തായാലും ആ തർക്കം ഇപ്പോഴും തുടരുകയാണ്. ആന്റണിയാണ് രാവിലെ തന്നെ ഇവിടെ എത്തി ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹം പറഞ്ഞത് 10 ലക്ഷം രൂപ ഒരു നഷ്ടപരിഹാരം നൽകിയത് കൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല, ഇതൊരു ശാശ്വത പരിഹാരം വേണം. ഈ വന്യജീവി ആക്രമണം ഇത്തരത്തിൽ തുടരുന്നത് വലിയൊരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്നാണ് അദ്ദേഹം പറയുന്നത്.
സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്ന നാട്ടുകാർ, പ്രതിഷേധക്കാർ, അതിന് മുന്നിൽ നിന്നുകൊണ്ട് ആ പ്രതിഷേധത്തിൽ നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം അവിടുത്തെ UDF സ്ഥാനാർത്ഥി കൂടിയാണ്. തെരഞ്ഞെടുപ്പിൽ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി പാവങ്ങളെ നിരന്തരമായി കള്ളക്കേസെടുത്ത് വേട്ടയാടുക, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിരന്തരമായിട്ട് അവരെ വേട്ടയാടുക. പറ്റത്തില്ല, അത് നടക്കില്ല. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ 2 ദിവസം ഇവിടെ ഒന്ന് താമസിച്ചു നോക്കണം. ഇന്നലെ ഈ സംഭവം 8 മണിക്ക് നടന്നിട്ട് ഇവിടെയുള്ള മൊത്തം എണ്ണം പൂസായിരുന്നു. ഇമാര് മൊത്തം വെള്ളമടിച്ചിനകത്ത് കിടക്കുമായിരുന്നു. ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോലും അമ്മാർ അവിടെ വന്നില്ല. ഒരുത്തരം നടക്കാൻ വയ്യ, അറിയാവോ? ഇവിടെ മൊത്തം എണ്ണം പൂസ. ഇവന്മാര് 24 മണിക്കൂറും വെള്ളമടിച്ച് ഇവിടെ കിടക്കുക. ഈ കാട്ടിൽ ഇമാര് കയറുന്നില്ല. അല്ല ഇവരെ കൂട്ടിക്കൊണ്ടു ഇപ്പൊ സമയത്തായി. കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യും. നിങ്ങൾ DVF ആയിരുന്നു, അല്ലെങ്കിൽ ബാക്കി കാര്യം ഞങ്ങൾ നോക്കും. അത് നോക്കും, കാരണം മാർഗമില്ല. നിങ്ങൾ 8 മണിക്ക് വന്നാ ഇവിടെ ഇത്രയും ഒരു സംഭവം നടന്നിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരൊറ്റ ഉദ്യോഗസ്ഥൻ ഈ സംഭവ സ്ഥലത്ത് ചെല്ലുവോ, ഈ വീട്ടിൽ ചെല്ലുവോ, ഈ സാഹചര്യങ്ങളൊന്ന് എന്താണെന്ന് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ വരട്ടെ, നിങ്ങൾ വിളിച്ചു വരട്ടെ. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഗോപി കാര്യങ്ങൾ പോകുന്നത്. ശക്തമായൊരു പ്രതിഷേധം. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, ഇന്നലെയും പ്രശ്നമുണ്ടായിട്ട്, ഇന്നലെ പാതിരാത്രിക്ക് അതായത് ഈ കാട്ടാന ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നു. അപ്പോഴൊന്നും തന്നെ ആരും തന്നെ ഈ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയില്ല. ഇപ്പോൾ നമുക്ക് കാണാം ഈ റോഡിൽ ആളുകൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം. അതുപോലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ എത്തി ഇതിലൊരു പരിഹാരം പറയാതെ ഇവിടെ നിന്നും പിന്മാറില്ല എന്നുള്ളൊരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ പ്രതിഷേധക്കാർ ഉള്ളത്. ആന്റോ ആന്റണി MP-യുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. അവർ പറയുന്നത് ഇന്നലെ ഈ സംഭവം ഇന്ന് പുലർച്ചെ ഉണ്ടായപ്പോൾ തന്നെ കൃത്യമായി ഈ വിവരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചിരുന്നു. പക്ഷെ ആരും തന്നെ അവിടേക്ക് എത്തി ഒരു പ്രശ്ന പരിഹാരത്തിന് തയ്യാറായില്ല. ഏറെ നേരം കഴിഞ്ഞാണ് ആളുകൾ എത്തിയത്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയത് എന്നുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത്. പ്രതിഷേധക്കാർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോഴും ആന്റോ ആന്റണി ഉദ്യോഗസ്ഥരുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു DFO അടക്കമുള്ളവർ ഇവിടെ നേരിട്ടെത്തി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇവർക്കുള്ളത്. രാവിലെ മുതൽ തന്നെ ഈ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു അദ്ദേഹം. അതിനുശേഷമാണ് ഇപ്പോൾ കൂടുതൽ ആളുകളൊക്കെ ഇവിടേക്ക് വരുന്നത്. നമുക്ക് ഇവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നം സ്ഥിരമാണ് ചേട്ടാ? ആരും അറിയിച്ചില്ല. ആന വന്ന് മനുഷ്യരെ ചവിട്ടിക്കൊന്നു. നാളെ ഇത് ആവർത്തിക്കുന്നത്. ഇന്നലെ ഞങ്ങളുടെ ഒരു കൂടപ്പറപ്പിനെ രാത്രി 1 മണിയായപ്പം ആന കുത്തി കൊന്നു കഴിഞ്ഞിട്ട് ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഒറ്റയന്മാർ ഞങ്ങളെ എവിടോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഫോറസ്റ്റ് അവരെ അറിയിച്ച ഈ ലോകം മൊത്തം അറിഞ്ഞു. പിന്നെ അവരറിയാത്തത് അവന്മാർ ഇതുവരെ വന്നിട്ടില്ല. അവന്മാര് ഈ സ്റ്റേഷനിലിരുന്ന് ചുമ്മാ ഇരിക്കല്ലാതെ നാട്ടിലെ ഒരു പരിപാടിയും അവര് വരുന്നില്ല, അവര് വരുത്തുമില്ല. അവർക്ക് അതിനോട് താല്പര്യമില്ല. ഞങ്ങൾ ഒരു ചെറിയ വീടുകളിലുള്ള ഒരു ചെറിയ വീട് വെക്കാൻ ഒരു ചെറിയ മരം മുറിച്ചാലോ ഒരു ചെറിയ ഒരു തടി വെട്ടിയാലോ അത് ചോദിക്കാൻ വരും, അല്ലാതെ അവന്മാർക്ക് വേറൊന്നും ചോദിക്കാനില്ല. ചേട്ടാ, ഇത് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. സ്ഥിരമായിട്ട് ഈ പ്രശ്നം ഉണ്ടാവും, ഇവർ ഇടപെടാം? ഒന്നുമില്ല, യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇന്ന് വരെ ആ വഴിയിൽ അവര് വേനൽക്കാലം ആകുമ്പോൾ ഫയർ ലൈൻ തെളിക്കും, കാട് തീ കയറാതിരിക്കാൻ. ബാക്കി യാതൊന്നുമില്ല. അവിടെ തീ കയറിയാലും നമ്മുടെ പറമ്പിൽ വന്ന് കയറുന്നതുകൊണ്ട് പറമ്പുകാർ ശ്രദ്ധിക്കുന്നു, അതങ്ങനെ നോക്കുന്നു. മൃഗങ്ങളെ കാട്ടുമൃഗങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞാൽ നിരന്തരം ഇത് തന്നെയാണ് എല്ലാ ദിവസങ്ങളിലും. അവിടെ നിൽക്കുന്ന ഒരു തടി വെട്ടാൻ പറ്റത്തില്ല. പ്ലാവാണ് ഏറ്റവും വലിയ ശല്യം. പ്ലാവ് ചക്ക, ആ ചക്കയായി കഴിയുമ്പോൾ സ്ഥിരമായിട്ട് പ്ലാവിന്റെ എല്ലാ വീടിന്റെ മുറ്റത്താണെങ്കിൽ പോലും ചക്ക പറിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ അറിയാതെ പോകും. അങ്ങനെ യാദൃശ്യമായിട്ട് തന്നെ ബിജുവിനെ അത് പറ്റിപ്പോയതാണ് പലപ്പോഴും. തീർച്ചയായിട്ടും ഇവരെല്ലാം പറയുന്നതാണ് ഇത് ഈ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതൊരു സ്ഥിരമായിട്ട് ഈ മേഖലയിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ്. സ്ഥിരമായിട്ട് മുൻകാലങ്ങൾ ഒന്നുമില്ലാതെ ഇപ്പം നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് കൃഷിക്കാരൻ വനത്തിൽ കയറുന്നു. ഒരു 10-50 വർഷമായിട്ട് ഒരു കൃഷിക്കാരനും ഇവിടെ വനം വെട്ടിപ്പിടിക്കുന്നില്ല. അനിയന്ത്രിതമായ വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. അനിയന്ത്രിതമായ വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇതിന്റെ എണ്ണം കൂടിയതുകൊണ്ട് അവർക്കുള്ള ആവാസ വ്യവസ്ഥ വനത്തിലില്ല. അവർ പുറത്തേക്ക് ഇറങ്ങുക. ഇതിനെ നിയന്ത്രിച്ചേ മതിയാവും. ഒരു കർഷകൻ ഇവിടെ വനഭൂമി കയ്യേറുന്നില്ല. ഇതൊരു ശാശ്വതമായ പരിഹാരം, ഇതിനെ നിയന്ത്രണമാണ്. അതുപോലെ തന്നെ വനത്തിന്റെ വനാഭിവൃദ്ധിയിൽ ഫെൻസിംഗ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ കുഴി വെട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. ഇതൊന്നും ചെയ്യുന്നില്ല.
ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നു കേരളത്തിലെ വന്യജീവി ആക്രമണവും കൊലപാതകവും. ശക്തമായ നിലപാട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് എടുക്കണം. തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ കൂടുതൽ സ്ത്രീകളടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാനുണ്ട്. ചേച്ചി, ഈ ഒരു പ്രശ്നം നിങ്ങളുടെ നാട്ടിൽ സ്ഥിരമായിട്ടുള്ള ആനയൊന്നും ഇറങ്ങുന്നുണ്ട്. ഇതിപ്പോ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ കൂടെ ആനകൾ ഇഷ്ടം പോലെ വന്നു പോകുന്നുണ്ട്. ഇവര് ഒരു ഉത്തരവാദിത്വം ഇവർക്കില്ല. ഇവര് പകല് വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടക്കുന്നതല്ലാതെ ഒരു ശ്രദ്ധ അവർക്കില്ല. രാത്രി വന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. എനിക്കൊരു പോത്തുണ്ടായിരുന്നു, അതിനെ ആന 2 പ്രാവശ്യം അതിന്റെ അടുത്ത് വന്നു. അവരോട് പരാതിപ്പെട്ടിട്ടും അവര് വന്ന് നമ്പർ തന്നിട്ട് പോയി. ആന വരുമ്പം വിളിക്കാൻ പറഞ്ഞു. അവര് രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കണം, അതാണ് ആവശ്യം. കുട്ടികളൊക്കെ ഉള്ളതല്ലേ നിങ്ങൾക്ക്? ശരിക്കും ഒരു കുട്ടികളൊക്കെ ഉള്ളതാ. പിന്നെ ഇതുപോലെ സ്ഥിരമായിട്ട് ഇങ്ങനെ ആനയുടെ ശല്യം ഉള്ളതാ. ഞങ്ങൾക്കൊക്കെ ജീവിക്കണം. ഇവരൊരു പടക്കമൊക്കെ കൊണ്ട് തന്നുകൊണ്ടൊന്നും യാതൊരു കാര്യവും ഇല്ല. ഇവര് വന്ന് കാര്യമായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകത്തുള്ളൂ. ഈ ആനയുടെ ഒരു ആക്രമണം മാത്രമാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, അതിനപ്പുറം സ്ഥിരമായി ഇത്തരത്തിൽ വന്യജീവി ആക്രമണം, സ്ഥിരമായിട്ട് കാട്ടുപന്നിയുടെ ആക്രമണങ്ങൾ ഉണ്ട്, പിന്നെ കടുവായുടെ, അങ്ങനെ പലവിധ ആക്രമണങ്ങൾ. അതുപോലെ കൃഷി ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല ഒരു രീതിയിൽ. ഈയിടെ അടുത്താണ് ഇവിടെ 2 കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ അത് വീട്ടിലിരുന്നവര് 2 പേര് മരിച്ചത്. ഇപ്പോൾ ഇന്ന് ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ഈ അവസ്ഥ തന്നെയാണ് കടന്നു വരുന്നത്. അപ്പൊ അതിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും. ഈ കുട്ടികളൊക്കെ ഉള്ള പ്രദേശം കൂടുതൽ അതെ, ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇതുവഴിയാണ് സ്കൂളിൽ കടന്നു പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ വളരെ ഭയമുണ്ട് ഞങ്ങളുടെ കുട്ടി. അതുപോലെ ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഇറങ്ങാൻ ഞങ്ങൾക്ക് ഇപ്പോൾ പേടിയാണ്. തീർച്ചയായിട്ടും അതാണ് വലിയൊരു ആശങ്കയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീകളും വീട്ടമ്മമാരുമായിട്ടുള്ള ആളുകൾ കൂടി നമ്മളോട് പങ്കുവെക്കുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. കാരണം അത്രത്തോളം ഒരു ജനവികാരം ഇവർക്കിടയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് പുലർച്ചെ ഉണ്ടായ ഈ ഒരു സംഭവം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കൂടുതൽ പ്രതിഷേധത്തിന് കാരണമാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇത്തരത്തിലൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ്. എന്തായാലും ഇപ്പോൾ MP കൂടി റോഡിൽ കുത്തിയിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണാതെ ഇവിടുന്ന് അല്ല, ഈ രാത്രി 8 മണിക്ക് അവിടെ ആന കയറുന്നതാണ്. അന്നേരം മുതൽ വിളിക്കുന്നതാണ്. ഒരൊറ്റ ഫോറസ്റ്റുകാരൻ തിരിഞ്ഞു നോക്കിയില്ല. 1:30ക്കാണ് കൊല്ലുന്നത്. ഏതെങ്കിലും ഒരാൾ വന്നിരുന്ന് നടക്കില്ല. ഈ സമയം വരെ ഒരാൾ വന്നിട്ടില്ല. ഇവരെന്തിനായി ലാത്തിയും കോടാലിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? ഇവരിവരുടെ പണി നോക്കട്ടെ. കുറച്ചു നേരം കൂടെ നോക്കും, അല്ലെങ്കിൽ അടുത്ത കാര്യം ഞങ്ങൾ നോക്കും. ഒറ്റപ്പെട്ട സംഭവമല്ല, സ്ഥിരമായിട്ട് ഇവിടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമല്ല. അവരുടെ അവരുടെ സുരക്ഷ നോക്കുന്നില്ല എന്ന് മാത്രമല്ല, നിരന്തരമായി കള്ളക്കേസെടുക്കുക അവരുടെ പേരിൽ. അത് അനുവദിച്ചു കൊടുക്കില്ല, അത് നടക്കില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൂടുതൽ കേസുകൾ, കള്ളക്കേസുകൾ, മുഴുവൻ കള്ളക്കേസുകളാണ് എടുക്കുന്നത്. ഒരു ഹൃദ്രോഗിയുടെ പേര് വരെ കള്ളക്കേസ് നടത്തിയ ആളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കത്തില്ല. എന്തായാലും MP കൂടി ഇപ്പോൾ UDF സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹവും കൂടി ഇപ്പോൾ റോഡിലേക്ക് എത്തിയിരിക്കുന്നു. കുത്തിയിരുന്ന് സമരം ചെയ്യുന്നു. സ്ത്രീകൾ എത്തിയിരിക്കുന്നു, കുട്ടികൾ എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ ഒരു സംഭവം ഈ ഒരു നാട്ടിൽ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇത്തരത്തിലുള്ള വന്യജീവി ശല്യമുണ്ട്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടതാണ്. പക്ഷെ ഒരു നടപടി ഉണ്ടായില്ലെന്നാണ് പറയുന്നത്. ഈ ഒരു ആവശ്യം ഇതിന്റെ ഒരു സംരക്ഷണം വേണമെന്നും ഈ വന്യജീവികളിൽ നിന്ന് സംരക്ഷണം പലപ്പോഴായി നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇത് ഇവിടെ ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവവികാസമല്ല. ഈ പ്രദേശത്ത് കുറെ കാലങ്ങളായിട്ട്, ഏതാണ്ട് ഒരു 10-60 വർഷക്കാലമായിട്ട് വന്യമൃഗങ്ങളോട് തമ്മിലടിച്ച് കഴിയുന്ന ഒരു വിഭാഗമാണ് ഈ പ്രദേശത്തുള്ളത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ പ്രദേശത്ത് 10-15ഓളം വീടുകളിലെ വളർത്തുനായ്ക്കളെ ഇവിടെ പുലിയും കടുവായും വന്ന് ആക്രമിക്കുകയും അതിനെ കൊല്ലുകയും ഇവിടെയായി. കഴിഞ്ഞ 30 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് 1 കിലോമീറ്റർ അകലെ ഒരു കടുവ വന്ന് ഒരു മ്ലാവിനെ പിടിക്കുന്ന സംഭവം നേരിട്ട് കാണുവാനായിട്ട് ഇടയായി. ഏതാണ്ട് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ റോഡിനോട് അടുത്ത് ചേർന്ന് തന്നെ ഇതിന്റെ അസ്ഥികൂടം കണ്ടു. അപ്പൊ ഞങ്ങൾ നിരന്തരമായിട്ട് ഈ ഫോറസ്റ്റ് വകുപ്പുമായിട്ട് യുദ്ധം ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണപ്പെട്ട ജനത്തിന്റെ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ടാണ്. അപ്പൊ അതിനായിട്ട് ഈ ഫോറസ്റ്റ് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണം. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള നാട്ടുകാരെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി തന്നെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരും അതുപോലെ തന്നെ ഈ സമരസമിതിയുടെ നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം തന്നെ ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുന്നുണ്ട്. നേരത്തെ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ആന്റണി കുത്തിയിരുന്നിരുന്നു. അതിനു മുമ്പ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ വീട്ടിൽ പോയി അവരോട് കാര്യങ്ങളൊക്കെ തിരക്കിയിരുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അവിടെ ഇടപെട്ട് കൃത്യമായിട്ട് നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡു നൽകാമെന്ന് പറഞ്ഞു.
ജോലി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഉറപ്പ് നൽകി. അത്തരത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചു. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം നൽകി മാത്രം പ്രശ്നങ്ങളെ അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു കാര്യമാണ് ഇവരെല്ലാവരും തന്നെ പറയുന്നത്. എന്തായാലും നമുക്ക് അവരോട് ചോദിക്കാം. ചേട്ടാ, ഇതൊരു നിങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളല്ലേ? ഈ ഒരു പ്രശ്നം നിങ്ങൾ ശല്യമുണ്ട്, ശല്യമുണ്ട്, മനുഷ്യന് ശല്യമുണ്ട്. പോസ്റ്റുകാരെ അടിച്ചു വിട്ടേക്കുക. ഞങ്ങൾക്ക് പട്ടയമൊന്നും താമസിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒരു തങ്കപ്പെട്ട ഒരു പയ്യനായിരുന്നു, കളഞ്ഞു. നിങ്ങളുടെ കൂടെ ഈ ആനയൊക്കെ തുരത്താൻ വേണ്ടി വരാറുള്ള അല്ല ഓട്ടോ ഡ്രൈവറാണ്. ശാശ്വതമായ പരിഹാരം വേണം, ഫെൻസിങ് വേണം. ഞങ്ങളുടെ പട്ടയുള്ള പറമ്പിലെ തടി വെട്ടണം. ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. വനംവകുപ്പിന്റെ എല്ലാ നടപടിക്കെതിരെയും കൂടിയാണ് വനംവകുപ്പിന്റെ എതിരെയുള്ള പ്രതിഷേധമാണ് കാണുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. എംപിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധ സമരം മുന്നോട്ട് പോകുന്നത്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ മരണപ്പെട്ട ബിജുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷം മോർച്ചറിയിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാവിലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇവിടെ എത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് കണമല വനം വകുപ്പ് ഓഫീസിന് നേരെ നാട്ടുകാരുടെ പ്രതിഷേധം. അതിന് മുൻനിരയിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായ MP ആന്റോ ആന്റണി കൂടിയുണ്ട്. വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. 8:30 മണിക്ക് കാട്ടാന ഇറങ്ങിയപ്പോൾ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതൊരു സ്ഥിരം സംഭവമാണ്, ഇനി അത് അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് ആന്റോ ആന്റണി അല്പം മുൻപ് 24നോട് പ്രതികരിച്ചത്. നാട്ടുകാരുടെ പ്രതിഷേധവും നമ്മൾ കാണുകയാണ്. ഒരു ചെറിയ ഇടവേള കൂടി, തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.